താനൂരിൽ വൻ തട്ടിപ്പ്. ബാങ്കിൽ പണയം വെച്ച സ്വർണം ഉടമയറിയാതെ കൂടിയ തുകയ്ക്ക് പണയം വെച്ചാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ താനൂരിലെ കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജറായിരുന്ന അർജുന്റെ ആസൂത്രണത്തിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ നൽകിയ പരാതിയിലാണ് ലക്ഷങ്ങളുടെ കൊള്ള പുറത്തറിഞ്ഞത്. കേസിൽ തട്ടിപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ മുൻ മാനേജർ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KMJ Golden Diamond, Thrissur Road, Edappal. Phone 9567512916. സമാന രീതിയിൽ കൂടുതൽ പേരുടെ സ്വർണം പണയം വെച്ചതായി സംശയിക്കുന്നുണ്ട്. നേരത്തെ ആരോപണമുയർന്ന സാഹചര്യത്തിൽ അർജുനെ മാനേജർ സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. 2023 മെയ് മാസത്തിൽ സഹോദരിയുടെ വിവാഹാവശ്യത്തിനായാണ് താനൂർ സ്വദേശി മുഹമ്മദ് യാസിൻ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ താനൂർ ബ്രാഞ്ചിൽ 100 പവനോളം സ്വർണം പണയം വെച്ച് വായ്പയെടുത്തത്. ആദ്യം 14 ലക്ഷം രൂപയും പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി 17 ലക്ഷം രൂപയും വായ്പയെടുത്തു. 2 വർഷത്തിനു ശേഷം തുക തിരികെ അടയ്ക്കാനെത്തിയപ്പോഴാണ് കുറച്ച് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. എന്നാൽ സ്വർണം കാണാനില്ലെന്നും ഉടൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്താമെന്നും മാനേജർ അർജുൻ അറിയിക്കുകയായിരുന്നു. 2024 ജൂലൈയിൽ യാസിൻ അറിയാതെ ഷുഹൈബ് എന്നയാളുടെ പേരിൽ ഇതേ സ്വർണം കൂടിയ തുകയ്ക്ക് പണയം വെച്ച് വായ്പയെടുത്തതായി പിന്നീട് കണ്ടെത്തി. ബാങ്ക് മാനേജറുടെയും ജീവനക്കാരുടെയും അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെന്നാണ് സൂചന. അത് താനൂരുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വൈഫിന്റെ പേരിലും ആളുടെ മോളുടെ പേരിലുമാണ് ഈ ഗോൾഡ് മാറി കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാനത് അവിടുത്തെ ബാങ്ക് മാനേജർ അടുത്ത് ചോദിച്ചു. ഈ ബാങ്ക് മാനേജറെ പരിചയപ്പെടുത്തി തന്നൊക്കെ എനിക്ക് ഷുഹൈബ് തന്നെ ആയിരുന്നു പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വെച്ചതിനെക്കാട്ടിയും ഡബിൾ ആയിട്ടുള്ള എമൗണ്ടിലാണ് അവിടെ ഇപ്പൊ ഗോൾഡ് കിടക്കുന്നത്. ഞാൻ ആകെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു 31 ലക്ഷം രൂപന്റെ അടുത്തായിരുന്നു. അത് തിരിച്ചെടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് 61 സംതിങ്ങിന്റെ അടുത്ത് ആയിട്ട് കിടക്കുന്നത്. ഒരു കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ബാങ്കിന്റെ അടുത്ത് ഞാൻ കൊടുത്തു. അപ്പൊ അവരുടെ ഇന്റലിജൻസ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മളെ അടുത്ത് ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ താനൂർ SIക്ക് പരാതി കൊടുത്തു. ഷിയാസർ അതിനെതിരായിട്ട് അന്വേഷണം നടത്തി അർജുൻ എന്ന് പറഞ്ഞ ബാങ്ക് മാനേജറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുന്റെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതമാണ്. മറ്റ് ജീവനക്കാർക്ക് ആർക്കെങ്കിലും തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.